ഹായ് എവരിവൺ, സുഗന്ധ മോളാണ്. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ബാലവാടി പൊടി വെച്ചൊരു സ്നാക്ക് ആക്കാനാണ് പോകുന്നത്. സോ നിങ്ങൾ കുറേ സ്നാക്സ് ഒക്കെ ആക്കി നോക്കിയിട്ടുണ്ടാവുമല്ലോ, പക്ഷേ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയിട്ട് ആണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഇത് സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. ആൻഡ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരെങ്കിലും ഓൾറെഡി ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ. ആൻഡ് അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വന്നവർ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ. ആൻഡ് ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാ തരവും നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളൊരു 1.5 ഗ്ലാസ് ബാലവാടി പൊടി എടുക്കുക. അതിങ്ങനെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. എന്നിട്ട് ഇങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുക ഒരു അരിപ്പയിൽ. അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളും മുകളിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈസി വേ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ, ഇതെൻ്റെ മദർ ഇൻ ലോൻ്റെ ട്രിക്കാണ്. സോ അവർ പറഞ്ഞു തന്നതാണ്. ഇത് ഭയങ്കരമായിട്ട് ഈസി ആവും, നമുക്ക് വേഗത്തിൽ തന്നെ ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ഗ്ലാസ് മുതൽ ഒരു 1/2 ഗ്ലാസ് വരെ ഒഴിക്കാവുന്നതാണ്, ചെറിയ ഗ്ലാസ്. എന്നിട്ട് ഇങ്ങനെ മുട്ടേൻ്റെ മഞ്ഞയും വെള്ളയും എടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട്. സോ വെള്ള ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക് ബീറ്ററിൽ ഒരു 2 മിനിറ്റോളം. പിന്നെ മഞ്ഞ ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയും കിട്ടും. രണ്ടും വേറെ വേറെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ക്യാരറ്റ്, ഒരു 1.5 ക്യാരറ്റ് എടുക്കുക, അതിങ്ങനെ ചിരകുക. പിന്നെ ഏലക്കാപ്പൊടി അതും ചേർക്കുക. സോ മഞ്ഞ ആദ്യം ചേർത്തിട്ട് നമ്മൾ അരിച്ച് വെച്ച് പൊടിക്കകത്ത് ഇതിടും. വെള്ളം മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. എന്നിട്ടതിങ്ങനെ ആഡ് ചെയ്യുമ്പം ഒരു മെല്ലെ അത് ലൂസാവാൻ തുടങ്ങും മിക്സ്ചർ. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച് ഏലക്കാപ്പൊടി ഇടുക. എന്നിട്ട് അതും കൂടെ മിക്സാക്കി കൊടുക്കുക. സോ ഏലക്കാപ്പൊടി ഇടുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വാനില എസൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. പിന്നെ മുട്ടേൻ്റെ മഞ്ഞ മിക്സാക്കുക. സോ വാനില എസൻസ് ഉള്ളവർക്ക് വാനില എസൻസ് ഇടാവുന്നതാണ്. സോ ഞാനിതിൽ ഒന്നും തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ചേർത്തിട്ടില്ല. സോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷൻ ആയിരിക്കും. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടുക. എന്നിട്ട് അതൊന്നുകൂടെ മിക്സാക്കി കൊടുക്കുക. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നല്ല ക്യാരറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും. പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ എന്നിട്ട് നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. പാൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. പാല് ചേർത്ത് കൊടുക്കുക. സോ പാലൊരു 1/4 ഗ്ലാസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം വെല്ലം, ഒരു ക്യൂബ് വെല്ലം എടുക്കുക. അതിങ്ങനെ പാവ് കച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. സോ ഷുഗർ വേണ്ടാത്തവർക്ക് അതിങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. വെല്ലം യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡേറ്റ്സും യൂസ് ചെയ്യാം അരച്ചിട്ട്. അതും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുക. സോ ബാറ്റർ ഒരു നല്ല ഇതായിട്ട് കിട്ടും നമുക്ക്. സോ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം നിങ്ങൾ ഇത് മിക്സ് ആക്കാൻ. എന്നിട്ട് ഇത് ഈ കൺസിസ്റ്റൻസി കിട്ടും. എന്നിട്ട് അതൊരു കേക്ക് ടിൻ എടുക്കുക. സോ കേക്ക് ടിൻ ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കുക. അതിൽ കുറച്ച് ബട്ടർ വെച്ച് എല്ലാ സൈഡിലും ബട്ടർ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറവിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഗോതമ്പ് വെച്ചൊന്ന് ഡസ്റ്റ് ചെയ്യുക. ബാക്കി വരുന്നത് അങ്ങ് കളയുക. എന്നിട്ട് ഇതെന്ന് ചോദിച്ചാൽ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഒരു ഹാക്കാണ്. എന്നിട്ട് അതിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ്ചർ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ടാപ്പ് ചെയ്യുക, അതിൻ്റെ ബബിൾസും കാര്യങ്ങളും പോകാനാണ്. എന്നിട്ട് 180 ഡിഗ്രീസിൽ ഒരു 40 മിനിറ്റ് നമ്മളിത് ബേക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കേക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടും. നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. സോ തീർച്ചയായിട്ടും കുറച്ച് ഫ്ലോസ് ഉണ്ടാവും, കാരണം ഞാനിതിൽ മൈദയോ ഗോതമ്പോ ഒന്നും ചേർക്കാതെ ബാലവാടി പൊടി കൊണ്ടാണ് ആക്കിയത്. ബട്ട് ഇറ്റ്സ് ഈക്വലി സോഫ്റ്റ്.
സോ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇത് നിങ്ങൾക്ക് ചായൻ്റെ കൂടെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും, കാരണം കേക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സോ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ്